ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോയുടെ ബാക്കിയാണിത്. ഇത് നമ്മുടെ പള്ളി പെരുന്നാളിൻ്റെ തലേന്നും പിറ്റേന്നുമായിട്ടെടുത്ത വീഡിയോ ആണ്. ഇത് പിറ്റേന്ന് ദിവസം തീരുന്നൊന്ന് എടുത്തതും മറ്റേത് അതിൻ്റെ തലേദിവസം എടുത്തതുമാണ്. അപ്പം ഞങ്ങൾ റാസയ്ക്ക് മുന്നേ നമ്മൾ അവിടെ എത്തിയില്ല. റാസ വന്നപ്പോൾ നമ്മുടെ വീട്ടിലായിരുന്നു. അപ്പം പള്ളിപ്പെരുന്നാൾ നടക്കുന്നത് ഞാൻ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പള്ളിപ്പെരുന്നാൾ തീരുന്നതിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ്. അതായത് ഒരാഴ്ചയായി എനിക്കിത് എഡിറ്റൊന്നും ചെയ്യാൻ സമയമില്ലാത്തത് ഞാൻ ചെയ്തില്ല. അപ്പോൾ നമുക്ക് കാണേണ്ട കാഴ്ച നമ്മൾ കണ്ടില്ല. എന്ന് വെച്ചാൽ റാസയായിരുന്നു നമുക്ക് പ്രധാനമായിട്ടും കാണേണ്ടത്. പക്ഷെ റാസ കഴിഞ്ഞു പോയി. നമ്മൾ റാസ പള്ളിയിൽ കയറിയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് റാസ കാണാൻ പറ്റിയില്ല. പിന്നെ റാസയുടെ കൂടെ ഉള്ള ബാൻഡ് മേളവും അതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട സാധനം നമുക്ക് റാസ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഇതാണ്. എനിക്ക് പെട്ടെന്ന് തൊണ്ട അടയും കേട്ടോ. അതുമാണ് ഞാൻ അങ്ങനെ വീഡിയോയുടെ ഇടയിൽ ഇങ്ങനെ ആയിപ്പോണത്. അപ്പം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ നമുക്ക് വോയിസ് ഒന്നും പറഞ്ഞെടുക്കാൻ പറ്റില്ല, അവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ റാസയൊക്കെ വന്ന ആൾക്കാരൊക്കെ മുറ്റത്ത് വിശ്രമിക്കുന്നു. പള്ളിക്കകത്ത് പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇവിടുത്തെ ആൻറ്റി പള്ളിക്കകത്തിരിക്കുന്നു. ഞാൻ കുറച്ച് നേരം പള്ളിയിലകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇനി ഇറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പം മുത്തുക്കുട ഇവിടുത്തെ ഈ പള്ളി ഭയങ്കര അനുഗ്രഹമുള്ളൊരു പള്ളിയാണ്. ഇത് ഞാൻ ഈ ദിവസം രാവിലെ കുർബാനയ്ക്ക് പോയപ്പം ഞാൻ ചുമ്മാ അവിടുത്തെ നമ്മുടെ അവിടുത്തെ പെരുന്നാളൂട്ടിൻ്റെ സാധനങ്ങൾ ഭക്ഷണം റെഡിയാക്കുന്ന സ്ഥലമാണ്. ഞാൻ ഇങ്ങനെ നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പം രാവിലെ ഞാൻ പോയപ്പോൾ എടുത്താണ്. നമ്മളിപ്പോൾ റാസയും അതൊക്കെ കാണിക്കുന്നത് വൈകിട്ടാണ്. അതൊക്കെ വൈകിട്ടാണ് കാണിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് പെരുന്നാളൂട്ടിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണത്. അപ്പം റാസയുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പള്ളി ഭയങ്കര അനുഗ്രഹമുള്ളൊരു പള്ളിയാണ്. അന്യമതസ്ഥരൊക്കെ ഒത്തിരി പേര് വരുന്നതും നേർച്ചയിടുന്നും അവർക്കൊക്കെ ഭയങ്കര വിശ്വാസമുള്ളൊരു പള്ളിയാണ്, അനുഗ്രഹമുള്ളൊരു പള്ളിയാണ് എന്നാണ് ഇവിടുത്തെ ആൻറ്റി പറഞ്ഞത്. എനിക്കറിയത്തില്ല. നമ്മളിപ്പം ഒരു 7-8 മാസമല്ലേ ആയുള്ളൂ ഞാനിവിടെ പോകാൻ തുടങ്ങിയിട്ട്. അപ്പം അന്യമതസ്ഥരാണ്, വിശ്വാസപൂർണ്ണം അവർ മുത്തുക്കുടയൊക്കെ പള്ളിക്ക് ചുറ്റും 3 പ്രാവശ്യം വലം വയ്ക്കും. അതൊക്കെ അവരുടെ നേർച്ചയാണ് അവിടുത്തെ. പിന്നെ ഞങ്ങൾ അവിടുത്തെ പെരുന്നാളൂട്ടൊക്കെ കഴിച്ചു. പക്ഷേ അവിടുത്തെ പെരുന്നാളൂട്ടെന്ന് പറഞ്ഞാൽ നേർച്ചയൊക്കെ കഴിച്ചാണ് ഞങ്ങൾ വന്നത്. പിന്നെ നമുക്ക് ഇത് നമ്മൾ കഴിക്കാൻ പോണ രംഗമാണ് കേട്ടോ. ചോറ് നേർച്ച കഴിക്കാൻ പോണ രംഗമാണ്. ഇതൊക്കെ ബാൻഡ് മേളത്തിലും ഒക്കെ ഉള്ള ഇതൊക്കെയായിരുന്നു. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര തിരക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇത്രയും വീഡിയോ ഒക്കെ പിടിച്ച ഒരു ഭാഗ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. ബാൻഡ് മേളമൊന്നും നമ്മൾ റാസ പള്ളിയിൽ കയറിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നില്ല. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഓട്ടോയിൽ പോവുമായിരുന്നു. അപ്പോൾ ഭയങ്കര ജനമാണ് ഉണ്ടാവും. അത്രയ്ക്ക് ഭയങ്കര ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് പോകാനും കഴിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഹിന്ദുക്കളായിട്ടുള്ളവരും സഹോദരങ്ങളും എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്. ഇത് പിന്നെ വലിയ ഒത്തിരി കുടുംബക്കാരുള്ള പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ അല്ലാതെ തന്നെ പുറത്തുനിന്നൊക്കെ ഉള്ള നേർച്ചകളൊക്കെ ഓരോരുത്തർ നേർച്ച പറഞ്ഞ് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനൊരു കുഴപ്പമില്ല, ഇഷ്ടംപോലെ ഭക്ഷണമായിരുന്നു. അപ്പം ചോറും ചിക്കൻ കറിയും, നല്ല സൂപ്പർ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. ചോറും ചിക്കൻ കറിയും മോര് കറിയാണ്, വേറൊന്നുമില്ല. ഇത്രയും തന്നെ ഉണ്ടാക്കണമെങ്കിൽ എത്രയും ജനങ്ങൾക്ക് ഉണ്ടാക്കണ്ടേ. അത് തന്നെ ഭയങ്കര പാടല്ല, അത് തന്നെ നല്ല സമയം എടുക്കുമല്ലോ. അപ്പം ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിട്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൗണ്ട് കൊടുത്തിരുന്നു. പക്ഷേ എനിക്ക് ആ സൗണ്ട് നമുക്ക്
നമുക്ക് ആ സൗണ്ട് വീഡിയോയിൽ അത് വന്നില്ല. എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിയാനില്ല. ഞാനിപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് കയറി വരുന്ന രംഗമാണത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് പള്ളിയുടെ ചുറ്റിനും ആൾക്കാർ ഭക്ഷണം മേടിച്ചുകൊണ്ട് അവർ ഇരിക്കാനങ്ങ് സ്ഥലമില്ലല്ലോ. അങ്ങനെ പള്ളിയുടെ തിണ്ണയ്ക്കൊക്കെയാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാർ കണ്ടല്ലോ, ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പം ഞങ്ങൾ പോകാനായിട്ട് ഇങ്ങനെ റോഡിലിറങ്ങി. അപ്പം ഇവിടെ വലിയ കടകളൊന്നുമില്ല കേട്ടോ. ഇവിടെ മറ്റേ ഉത്സവപ്പറമ്പിലും പള്ളിയിലൊക്കെ സാധാരണ ഇഷ്ടം പോലെ കട കാണും. ഇവിടെ കടയില്ല. ആകെ ഈ ഒരു കുഞ്ഞു കട മാത്രമേ ഉള്ളൂ. അത് പിള്ളേരുടെ കളിപ്പാട്ടം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു അച്ഛമ്മോനൊരു കുഞ്ഞൊരു കളിപ്പാട്ടം വാങ്ങിച്ചു. പിന്നെ അപ്പോഴത്തേനും ഞങ്ങളുടെ വണ്ടിയിൽ വന്നു. ഞങ്ങൾ കയറി പോകുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ചങ്കുകളെ.